സ്നേഹം നിറഞ്ഞ അമ്മയ്ക്കും നിത്യേച്ചിക്കും രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാണ്. എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആരും അന്വേഷിച്ച് വരണ്ട. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. വരുന്നവർ കയ്യിൽ വാളും പിടിച്ചോണ്ടാ വരുന്നത്. ബാക്കിയുള്ളവരുടെ മനസ്സ് വെട്ടിമുറിക്കാം, മുറിവേൽപ്പിച്ചിട്ട് അവർക്കങ്ങ് പോവാം. പക്ഷെ കിടന്ന് കരയുന്നത് ബാക്കിയുള്ളവരല്ലേ. അച്ഛനും അമ്മയും മോനും കൂടി കെട്ടി എഴുന്നള്ളി വന്നിരിക്കുക. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അപ്പൊ തന്നെ നടത്തി കൊടുക്കണം പോലും. ഞാൻ കണ്ടിട്ടില്ലല്ലോ മക്കളെയും മക്കളുടെ ആഗ്രഹങ്ങളും ഒന്നും. എന്താ ഇത്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? വേറെ ആരോടാ ഞാൻ എന്റെ സങ്കടം പറയുന്നത്? ആരും അതിന് ഒരു വിലയും തരില്ലല്ലോ. ഈ പാത്രങ്ങളോടാവുമ്പോ അവറ്റകളെ ധിക്കാരൊന്നും പറയില്ലല്ലോ. എന്താ അമ്മേ, വന്നവർ അവരുടെ വഴിക്ക് പോയി. നമ്മൾ ആ കാര്യം മറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എനിക്കെങ്ങനെ മറക്കാൻ പറ്റില്ല? അവര് പോയപ്പോ പറഞ്ഞത് കേട്ടില്ലേ? നീ ഇങ്ങനെ നിൽക്കുമ്പോ ജ്യോതിയുടെ വിവാഹം നടക്കില്ലെന്ന്. അമ്മേ, അത് ഒരു കൂട്ടരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നാട്ടു നടപ്പ് അങ്ങനെയാണ്. അതിന്ന് എനിക്കും നിനക്കുമായിട്ട് പ്രത്യേകിച്ച് മാറി നടക്കാൻ വഴിയൊന്നുമില്ല. എപ്പോഴാ വീണു പോകാന്ന് ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ അങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമല്ലോ എന്ന് വിചാരിച്ച നെഞ്ചിലുള്ളതെല്ലാം അടക്കി പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. അതാർക്കാ മനസ്സിലാവുന്നത്? എല്ലാം മനസ്സിലാവുന്ന നിനക്ക് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞ് വീണ്ടും എന്റെ വിവാഹകാര്യത്തിലേക്കാണെങ്കിൽ നിന്റെ വിവാഹകാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കാര്യം നീ മനസ്സിലാക്കണം. രഘുവേട്ടന് പോലും പിടികൊടുക്കാതെ നിങ്ങളുമായിട്ട് ഓടി നടന്ന് കൈകാലുകൾക്കും മനസ്സിനും നല്ല തളർച്ചയാ. ഇനി അധിക കാലമൊന്നും ഇല്ല, അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഒറ്റ മാർഗമേ ഉള്ളൂ. നിന്നെയും കൊണ്ടുപോയി ശിവാനന്ദനെ ഏൽപ്പിക്കാം, നിന്റെ ചെറിയച്ഛനെ. അവര് തീരുമാനിക്കട്ടെ നിന്റെ കാര്യം. അപ്പോ എന്നെ കൂടെ നിർത്തി മതിയായല്ലേ? മതിയായി. എനിക്കിങ്ങനെ ഉള്ളിലും പുറത്തും കനലായിട്ട് നടക്കാൻ വയ്യ. അമ്മേ, എപ്പോഴും നീ പറയുമല്ലോ ജ്യോതിയുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാണെന്ന്. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ
അതും ഇത്ര ചെറുപ്പത്തില്. എന്താ സുജാതെ പറ്റിയത്? ഞാൻ എന്താ പറയാ? നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാം കൂടി നിങ്ങളോടിപ്പോ പറയാൻ എനിക്കാവില്ല. ഹാ. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറയാം. ജ്യോതി നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോള്. അമ്മ ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മേ അമ്മേ ടീച്ചറെ